നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അവര് ഫാമിലിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവരാണ് ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അവരുടെ മുകളിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അവരുടെ കൺട്രോളിലാണ് ഫാമിലിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവരുടെ ഫാമിലി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ അവർക്ക് റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് അവരുടെ ഫാമിലിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഫോർ ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ആ രീതിയിലുള്ള ഒരു റിലേഷൻ ആയിട്ടാണ് അവർ ഈ റിലേഷനെ കാണുന്നത് എന്നുള്ളതാണ്. കുറച്ച് സീരിയസ് ആയിട്ട് മെച്ചുവേർഡ് ആയിട്ട് റിലേഷനെ കാണുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ അവർ ഒരു മാരേജ് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിലാണ് ഈ റിലേഷനെ കാണുന്നത്. അല്ലാതെ ഒരു ക്രഷായിട്ട് അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തോന്നിയൊരു താല്പര്യമായിട്ടല്ല ഈ റിലേഷൻ അവർ കാണുന്നത്. അവർ കുറച്ച് സീരിയസ് ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഈ റിലേഷനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ഈ റിലേഷൻ അവർ കാണുന്നത് എന്നാണ് കാണിക്കുന്നത്. എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവരുടെ മുകളിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോലി സംബന്ധമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, ഫാമിലിയുടെ കാര്യങ്ങൾ, അങ്ങനെ ഫുൾ കാര്യങ്ങളും നോക്കി നടത്തുന്ന, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, എല്ലാ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അവരുടെ മുകളിലുള്ള ഉത്തരവാദിത്തങ്ങൾ കംപ്ലീറ്റ് അവർ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുള്ള അങ്ങനെ ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് അവർക്ക് നിങ്ങളോട് കംപ്ലീറ്റ്ലി ഇൻവോൾവഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അതൊക്കെ അവരുടെ ഈ ഒരു ക്യാരക്ടർ കാരണമാണ് എന്ന് കാണിക്കുന്നത്. ദ മജീഷ്യൻ കാർഡാണ്. നിങ്ങൾ ഇവരൊന്ന് അകന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ റിലേഷനിലോട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഈ റിലേഷനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിലോട്ട് തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ത്രീ ഓഫ് കപ്സ് എനർജിയാണ്. അതായത് ഒരു തേർഡ് പേഴ്സന്റെ ഒരു ഇൻവോൾവ്മെന്റ്, അതായത് ഒരു പേഴ്സൺ എന്നായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ ലൈഫിൽ ഇവർ മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ കംപ്ലീറ്റ് അവർ നിറവേറ്റണം എന്നുള്ള ഒരു നിർബന്ധം അവർക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ തേർഡ് പേഴ്സൺ ആയിട്ട് കാണിക്കുന്നത്. കാരണം നിങ്ങൾ കുറച്ച് ഇമോഷണലി ഇവരോട് കണക്റ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് അവരെന്നാൽ പ്രാക്ടിക്കൽ ആയിട്ടാണ് റിലേഷനെ കാണുന്നത്. അവരുടെ ലൈഫിൽ മറ്റു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിലോട്ട് കൂടുതൽ എഫേർട്ട് ഇട്ട് ആ രീതിയിലാണ് അവർ ഈ റിലേഷൻ കൊണ്ടുപോകുന്നത്. അവർക്ക് ഈ റിലേഷനിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. അവർക്ക് ഈ റിലേഷൻ വേണം, പക്ഷെ അതിനൊരു സീരിയസ് ആയിട്ട് അവർ കാണുന്നു. എപ്പോഴും അതിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. റിലേഷൻ നമുക്കൊരു കമ്മിറ്റ്മെന്റോട് കൊണ്ടുപോകേണ്ട റിലേഷനാണ്. അപ്പൊ അതിന് അത്രമാത്രം എഫേർട്ടിന്റെ ആവശ്യമുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ്. അതായത് പ്രാക്ടിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിലാണ് റിലേഷൻ അവർ കാണുന്നത്. ഒരുപാട് സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് സമയം റിലേഷന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ റിലേഷനെ കാണുന്നതെന്നാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസ് എനർജിയാണ്. അവർക്ക് ഈ റിലേഷൻ വേണ്ടത് ഒരു സീരിയസ് ആയിട്ട് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് ഈ റിലേഷൻ വേണ്ടത് എന്ന് കാണിക്കുന്നത്. അല്ലാതെ ഒരു ടൈം പാസ് ആയിട്ടല്ല.
അവർക്ക് ഈ റിലേഷനിൽ അവരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് റിലേഷൻ വേണം എന്നുള്ളൊരു ഇന്റൻഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അല്ലാതെ ഇത് താൽക്കാലികമായിട്ട് അവര് ചൂസ് ചെയ്ത റിലേഷൻ അല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ടെൻ ഓഫ് കപ്സ് എനർജിയാണ്. ചിലർക്കാണെങ്കിൽ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് അത്ര താല്പര്യം ഇല്ലാത്തൊരു സിറ്റുവേഷൻ കാണാം. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയുടെ ഒരു ഇഷ്ടക്കേട്, അങ്ങനെ ഒരു ഇഷ്ടക്കേട് മുൻനിർത്തി അതിനെ എതിർത്തുകൊണ്ട് റിലേഷൻ കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരെല്ലാ കാര്യങ്ങളെയും പ്രാക്ടിക്കലായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്ടക്കേട് ഉള്ളത് കൊണ്ട് അതിനെ മറികടന്ന് അല്ലെങ്കിൽ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടൊരു ഒരു ലൈഫായിട്ട് ഇതിനെ അല്ലെങ്കിൽ ഒരു റിലേഷനായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് റിലേഷനെ കൊണ്ടുപോകാൻ അവരാഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് ഫാമിലി അതായത് ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അവർ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിലേഷന്റെ കാര്യത്തിൽ അവർക്കൊരു ഇഷ്യൂസ് ഉണ്ടാവരുത് മുന്നോട്ട് എന്നുള്ളത് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. എല്ലാവരെയും ഇഷ്ടക്കേട് സമ്പാദിച്ചൊരു റിലേഷനായിട്ട് ഇത് കൊണ്ടുപോകാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. അതിനെ എതിർത്തുകൊണ്ട് ഡിസിഷൻ എടുക്കാനും അതിനെ എതിർത്തുകൊണ്ട് തീരുമാനത്തിലോട്ട് പോകാനും നിങ്ങളുടെ പേഴ്സൺ തയ്യാറാവുന്നില്ല. അവർ മാനസികമായിട്ട് ആ കാര്യത്തിൽ ഓക്കെ അല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സിക്സ് ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ ഒരു മാരേജ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്കൊരു ഹോപ്പ് ഉണ്ട് ഇവിടെ. ഇനിയിപ്പോ ഫാമിലി ഇപ്പോ ഇടഞ്ഞു നിൽക്കുവാണെങ്കിലും മുന്നോട്ട് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു യെസ് വരും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഈ റിലേഷൻ അനുകൂലമായിട്ടുള്ള ഡിസിഷൻ അവരെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവരായിട്ട് എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിലും ഫാമിലി അതിന് സമ്മതിക്കും മുന്നോട്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദ വേൾഡ് കാർഡാണ്. സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് റിലേഷനിൽ വരും. അതിന് യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്യുക. അതായത് മുന്നോട്ട് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഈ റിലേഷനിൽ ഇൻവോൾവ്ഡ് ആവാനുള്ള ചാൻസ് കുറവാണ്. അവരായിട്ട് എഫേർട്ട് ഇടുന്ന സിറ്റുവേഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടി നിങ്ങൾക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് താല്പര്യമാണ്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. കാരണം നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. റിഫ്ലക്ഷൻ എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ നിന്ന് അവർ ചില സമയത്ത് മാറി നിന്ന് നോക്കുന്നുണ്ട്. അതായിരിക്കും ഒരു ലെസ് കോണ്ടാക്റ്റിലോട്ടൊക്കെ റിലേഷൻ പോകുന്നത്, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോട്ട് പോകുന്നത്. അപ്പൊ ആ സമയത്ത് അവർക്ക് കൂടുതൽ ഈ റിലേഷനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഈ റിലേഷൻ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ക്ലാരിറ്റി അവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കിട്ടുന്നു എന്നാണ് കാണിക്കുന്നത്. എസ്കേപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സമയത്ത് അവരെ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോട്ടൊക്കെ റിലേഷൻ പോകുന്നത്. ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ അവർക്കുണ്ട് എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, അവരായിട്ടൊരു ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ അവർക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് അവരെ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്, ഈ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഡിസഗ്രിമെന്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അവർ സ്വയം ഒരു ഡിസിഷൻ എടുക്കാത്ത കാര്യത്തിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കാം. എന്തുകൊണ്ട് നിങ്ങളായിട്ടൊരു ഡിസിഷൻ എടുക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ആ കാര്യം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം. ഈ കാര്യത്തിൽ നിങ്ങൾ കൂടി ഒരു ഡിസിഷൻ എടുക്കേണ്ടതല്ലേ, ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ചേഞ്ചസ് വരും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം. അതൊരു ഡിസഗ്രിമെന്റ്സ് ആയിട്ട് റിലേഷനെ നെഗറ്റീവ് ആയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായമല്ല അവർക്കുള്ളത്. ആ രീതിയിൽ ഒരു ഡിസഗ്രിമെന്റ്സ് ഇവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്.
ഡിറ്റാച്ച്മെന്റ് എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ റിലേഷനിൽ നിന്ന് മാറി നിന്ന് ഒരു ഡിറ്റാച്ച്മെന്റിലോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഒരു സെൽഫ് ലവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു കമ്മിറ്റ്മെന്റ് കിട്ടാതാവോ എന്നുള്ള ഒരു പേടി കൊണ്ട് നിങ്ങളൊരു ഡിറ്റാച്ച്മെന്റ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ആബ്സെൻസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവരെ വല്ലാതെ ഒരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്. അതായത് അവരിൽ നിന്ന് അവർക്ക് എന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആണ് അവർക്ക് വരുന്നത്. അതുകൊണ്ടാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയാലും അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാണ്ട് അവർ തിരിച്ച് റിലേഷനിലോട്ട് തന്നെ പലപ്പോഴും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു ആബ്സെൻസ് അവർക്കൊരു പെയിൻ ആയിട്ട് അവരിൽ നിന്ന് എന്തോ നല്ലത് നഷ്ടപ്പെട്ട പോലെ അവർ കംപ്ലീറ്റ് അല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ടൊരു ഡിസിഷൻ എടുക്കാത്തൊരു സിറ്റുവേഷനിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുടെ ഫാമിലിയാണ്, അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് അവരെ തന്നെയാണ്. അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന രീതിയിലുള്ള ഡിസിഷൻ എടുക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു പേഴ്സൺ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആളുടെ ഭാഗത്തു നിന്ന് കോണ്ടാക്ട് വരും എന്നുള്ളതാണ് കേട്ടോ. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ റിലേഷനിൽ വരും. ഇപ്പോഴുള്ള ഈ ഒരു മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറും മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1985 പൂരാടം, ലെറ്റർ എം, ലെറ്റർ സി, രോഹിണി, കാർത്തിക, 1986 തിരുവോണം, ലെറ്റർ എ, 2000 തിരുവാതിര, അശ്വതി, ജൂലൈ, ഉത്രാടം, ചോതി, ലെറ്റർ എച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.